ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുഹറ സലീമിന്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുഹറ സലീമിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അവരുടെ ഒരു ബന്ധുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ആരുടെയും സ്വാധീനം ഉള്ളതായിട്ട് സ്വാധീനമൊന്നും ചെലുത്തിയിരുന്നല്ല അത് പറഞ്ഞത്. ആദ്യം ആ ഒരു ഇതിലങ്ങ് പറഞ്ഞു, പിന്നീടായപ്പോൾ ഇനി അത് പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒക്കെ വന്നിട്ട് ഹസ്ബൻഡ് നിനക്ക് വേണ്ടി കൂടെ നിൽക്കുന്നു, നിനക്ക് എന്തായാലും ഒരു മോൻ മരിച്ചുപോയി, ഈ മോനെ ഇനി എന്തായാലും കൂടെ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട, ഈ ഒരു അവസ്ഥയിൽ കൊലപാതകമായിട്ടുള്ളത് എന്തായാലും നിങ്ങളടുത്ത് കിട്ടത്തില്ല, അപ്പോൾ പിന്നെ കൂടെ ഉള്ളത് ഭർത്താവാണ്, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം കാര്യങ്ങളിൽ സഹകരിക്കാനെന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്നെ മോൻ തന്നെയാണ് കൊല്ലാൻ ശ്രമിച്ചതെന്നും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാതാവിൻ്റെ ഒരു ഇതിൽ ഇത്രയും നാൾ കൂടെ നിന്ന് അപ്പം ഇനി എൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇനി എന്തെങ്കിലും ഒരു ഇതിൽ വരുന്നെന്നുള്ളത് കൊണ്ട് ഒരു ശിക്ഷ അതിൻ്റെ പേരിലായിരിക്കും ഇത് ഉണ്ടാവുന്നതെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല. അപ്പോഴങ്ങനെ പറഞ്ഞത്, അല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഇപ്പം എന്താണെന്നുള്ളത്. എനിക്ക് പുള്ളിയെ അധികം അറിയില്ല. ഇവിടെ 10 വർഷത്തോളം അയാൾ ഇവിടെ വീട് വെച്ച് താമസമായിട്ട്. അപ്പം നമ്മൾ ആ ഇടയ്ക്ക് 1-2 പ്രാവശ്യം കണ്ടിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ ഗൾഫിലായതുകൊണ്ട് നമ്മൾ അധികം സഹിച്ചില്ല. എങ്കിലും ഇപ്പോൾ വന്നതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ടായിരുന്നു. പുള്ളിയെക്കുറിച്ച് കേട്ടറിവാണ് കൂടുതലുള്ളത്. സാധുവായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനെ കുറിച്ച് വേറെ ആർക്കും എൻ്റെ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളതും ആൾക്കാർ എൻ്റെ ഇതിൽ പറഞ്ഞിട്ടുള്ളതും അദ്ദേഹത്തിന് നല്ല ഇതായിട്ട് തന്നെ കണ്ടിട്ടുള്ള ഒരു ഇതുപോലെ ഒരു പിതാവിന് ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ, അത്രയ്ക്ക് എല്ലാം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ വന്നപ്പോൾ കുടുംബവും വീടും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ വെറും സാധുവായിട്ടുള്ള ഒരു മനുഷ്യന് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പ്രത്യേകിച്ച് പുള്ളിയാരും കുറ്റമൊന്നും പറയുന്നില്ല. പിന്നെ ശ്രദ്ധക്കുറവുണ്ടായി എന്നുള്ളതാണ് പറഞ്ഞത്. ഇവരുടെ ഈ അധികം കടങ്ങളൊക്കെ വന്നപ്പോൾ പുള്ളിയുടെ ശ്രദ്ധ കുറച്ചുകൂടെയൊക്കെ ഉണ്ടാവാമായിരുന്നു ഒന്ന് ഇടയ്ക്കൊക്കെ. അപ്പോൾ ആ സമയത്ത് വിളിക്കുന്നതൊക്കെ ആഴ്ചയിലൊരിക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ആൾക്കാരെ ഇടയ്ക്ക് നമ്മുടെ ആൾക്കാരല്ലേ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയുമല്ലോ. അപ്പം ആ ഒരു ഇതിൽ പറഞ്ഞെന്നുള്ളല്ല, എന്നാലും പൊതുവേ നല്ല അഭിപ്രായം പുള്ളിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. നല്ല അഭിപ്രായമായിരുന്നു. കാരണം നമുക്ക് ഇത്രത്തോളം നമ്മളോടൊക്കെ ഇടപെട്ടതേ നമുക്കറിയാവൂ. ഇത്രയും കടം ഉണ്ടെന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. ഇപ്പൊ ആ കുട്ടിയെ പറഞ്ഞപ്പോഴാണ് നമുക്കും അറിയാവുന്നത് ഇത്രയും ലക്ഷത്തിന്റെ കടമൊക്കെ ഉണ്ടെന്നുള്ളത്. അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടാവുന്ന കടങ്ങൾ ഉള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ കുടുംബം ആർക്കാണ് ഇപ്പൊ ഇല്ലാത്തപ്പോൾ അതുപോലെ ചെറിയ കടങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളത് നമ്മളടുത്തൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ അയൽക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. ചെറിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം പറയുള്ളൂ. ഇത്രയും ബിസിനസ് അവിടെ ഗൾഫിൽ പൊട്ടി. അപ്പോൾ എല്ലാ മാസവും വരുന്നത് പോലെ പൈസ വരുന്നതിൽ കുറവുണ്ട്, അങ്ങനെ അയക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പൈസ വരുന്ന കുറവ് കാരണം ഇവിടെ നമ്മൾ കുറച്ച് പലിശക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പലിശ കൊടുക്കാനൊക്കെ മാത്രമേ ഇപ്പം അവിടെ നയിക്കുന്ന തികയുന്നുള്ളൂ. അപ്പോൾ ചിലവിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അത് കുറച്ച് സമയം കഴിയുമ്പോൾ ശരിയാവും. അത്ര ഒരുപാട് വിട്ട് നിൽക്കുന്ന കാര്യമൊന്നും നമുക്ക് അറിയില്ല. സ്നേഹത്തിലായിരുന്നിട്ടുണ്ട്, അല്ലാതെ ഒരു പിണക്കമുള്ള രീതിയിലൊന്നും നമ്മൾ പറഞ്ഞറിവില്ല, അങ്ങനെ നമ്മൾ അറിവിൽ തോന്നിയിട്ടുമില്ല. അത് അറിയില്ല. അവർ ഇവിടെ അല്ലല്ലോ, നമുക്ക് അവരുടെമായിട്ടൊന്നും നമുക്ക് കൂടുതൽ ആ പുള്ളിയുടെ ബന്ധുക്കളുമായിട്ടൊന്നും നമുക്ക് ടച്ചില്ല. അവർ വേറെ പാങ്ങോടല്ലേ. ഇപ്പം നമ്മുടെ ഈ ഏരിയ ആയിട്ട് ഇവർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. ഈ ഷെമി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇടയ്ക്ക് പാങ്ങോട് പോകുന്നതും കുടുംബത്തിൽ പോകുന്നതും വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഇന്നിവിടെ എല്ലാവരും കുടുംബ വീട്ടിൽ പാങ്ങോട്ട് പോവേണമെന്ന് അങ്ങനെ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരുടെ എത്ര പേരുണ്ടെന്നും ഇപ്പം ഈ പ്രശ്നത്തിന് ശേഷമാണ് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റി. അവർ 11 അംഗങ്ങളുണ്ടെന്നും ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അറിയാം. അല്ലാതെ നമുക്ക് അവരുടെ ബന്ധുക്കളെ കുറിച്ചൊന്നും വീട്ടിൻ്റെ അകത്ത് അവർക്ക് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ അവർക്ക് ആ വീട് ഇപ്പോൾ ആ വീട്ടിലൊരു 2 പേര് മരിച്ചു, ഒരാള് അവശയായി പോയി. എന്നാൽ അവരുടെ മക്കളല്ലേ 2 പേരും. ഒന്ന് അവരെ ഇളയ മോനാണ്. അപ്പം അത്രയും ഓമനിച്ച് വളർത്തിയ കൊച്ച് അവിടെ നിന്ന് മക്കളില്ലാത്ത വീട്ടിൽ ഇനി ആ വീട്ടിൽ താമസിക്കാൻ വയ്യെന്നുള്ള ഇതുകൊണ്ടാണ് ആ വീട് വിട്ടത്. അവർ അതിലോട്ട് പോണില്ലാന്ന് തീരുമാനിച്ചത്. മക്കളുടെ ഓർമ്മ വരുമെന്നുള്ളത് കൊണ്ട്. അപ്പം അതുകൊണ്ടാണ്. പിന്നെ വേറെ പുള്ളിക്ക് വേറെ വസ്തുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തായാലും നമ്മൾ താമസിക്കണം. കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും നമുക്ക് താമസിക്കാൻ വേറെ പൈസയൊന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ആരുടെങ്കിലും സഹായം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കണ്ടീഷനിലായിരിക്കും പുള്ളി അതിന് സമ്മതിക്കേണ്ടി വന്നത്. അഫാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ മരിച്ച മകനെ ട്യൂഷൻ പഠിപ്പിച്ച എൻ്റെ മകളാണ്. ഒരു 4 വർഷം മുന്നേ ഇപ്പോൾ എൻ്റെ 2ാമത്തെ മോളെ കല്യാണം കഴിക്കുന്ന മുമ്പേ അവൻ ഇവിടെ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് ഇവിടെ ട്യൂഷന് കൊണ്ടുവരുന്നത് അഫാനാണ്. ഇവിടെ കൊണ്ടുവന്നാക്കും. പിന്നെ ട്യൂഷൻ രാത്രിയാണ് വരണം. സന്ധ്യയ്ക്ക് കൊണ്ടുവരുമ്പം ഒരു 8-9 മണിയാകുമ്പോൾ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇവിടെ വരും, കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ അന്ന് മുതലുള്ള ഒരു ഇതാണ്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഈ അടുത്ത മാസം മുന്നെയാണ് ഞാൻ
ഇവിടെ വെച്ച് കണ്ടതും. അപ്പോൾ ഒരു ദിവസം എന്നെ ബൈക്കിലേക്ക് കൊണ്ടുപോയി വെഞ്ഞാറോട്ടിൽ നിന്ന് തിരിച്ചിവിടെ കൊണ്ടുവന്നാക്കി തന്നു. വേറെ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. നമ്മൾ കൊച്ചിലെ കണ്ടു വളർന്ന പിള്ളേരുകളല്ലേ, നമ്മളെ മക്കളെ അല്ലേ, ആ ഒരു രീതിയിൽ നമുക്കറിയാം. അതിൽ വേറൊരു മാറ്റമുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല, സഹകരണത്തിലും ഒന്നും തോന്നിയിട്ടില്ല. അന്ന് നമ്മൾ സഹകരിച്ചിട്ട് ഇപ്പം ഈ കഴിഞ്ഞ മാസം കണ്ടപ്പോൾ പോലും നമ്മൾ സാധാരണ സംസാരിക്കുള്ളത് ഇവിടുത്തെ എല്ലാം മക്കളുടെ വിശേഷങ്ങളൊക്കെ പറയുകയും പിന്നെ ചോദിക്കുകയും ഇവിടുത്തെ മക്കളെ കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ എൻ്റെ ചേട്ടൻ്റെ 3 ആൺമക്കളാണ്. അപ്പോൾ അവിടുത്തെ മക്കൾ 3 പേരും ഗൾഫിലാണ്. അപ്പോൾ അവർ നാട്ടിൽ വരാറായോ എന്നും അവരുടെ രണ്ടാമത്തവൻ്റെ കല്യാണം ആയോ എന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ച് വന്നത്. വേറെ ഒന്നും തോന്നിയില്ല അവൻ്റെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ. വേറെ ഒരു ഇതുള്ളതായിട്ട് നമുക്ക് മുമ്പ് കാണുന്ന അപ്പാനങ്ങനെ അതുപോലെ തന്നെ തോന്നിയിട്ടുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ നാട്ടിലുള്ള പിള്ളേരുമായിട്ട് അധികം കൂട്ടുകെട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് അധികം അവനെ കുറിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ തിരക്കിയപ്പോൾ പറഞ്ഞു. ഇവിടുത്തെ പയ്യന്മാരെടുത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞു അവനിപ്പോ നമ്മളെ കൂടെ ഒന്നും കൂട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അറിയാൻ വയ്യ. എപ്പോഴും വീട്ടിൽ തന്നെയാണ്, രാത്രിയൊക്കെ പോകുന്നെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ കണ്ടിട്ടൊന്നുമില്ല. രാത്രിയിലൊക്കെ ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട് രാത്രി ഒരു ബാഗും തൂക്കി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അവർ രണ്ടുപേരാണല്ലോ കൂടുതൽ അവിടെ ഉള്ളത്. അപ്പോൾ അവർ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞായിരിക്കും. ഞാൻ ഇന്ന് ചോദിച്ചപ്പോഴും ആരും അധികം അങ്ങനെ ഒന്നും പ്രസ് ചെയ്തിട്ടില്ല, കാര്യം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറഞ്ഞത്. അവിടെ ഒരു ബന്ധുവിനോട് ചോദിച്ചപ്പോഴും പറഞ്ഞു, അല്ലാതെ പറഞ്ഞു തന്നെ അപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞ് അത് ഇത്രയും ഈ കൊലപാതകത്തിന്റെ ഇതൊന്നും അവർക്ക് അത്രയും അറിഞ്ഞൂടല്ലോ. പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അതിന്റെ ഗൗരവം ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നില്ല. പിന്നീട് ഇപ്പോൾ ആരെങ്കിലും അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴായിരിക്കും ഇനി ഞാൻ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി പറഞ്ഞിട്ടുള്ളതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.